നേരത്തെ ഞങ്ങൾക്ക് സനാതന ധർമ്മത്തെ പറ്റി ഒരു നിലപാടെടുക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇപ്പം ഇല്ല. പിന്നെ നമുക്കിതെല്ലാം തുടങ്ങിയത് എന്തിനാണ്? അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാവാം. ഞങ്ങൾ SNDP അത്രയോ ഒരു പുതിയ സ്വാമി പറഞ്ഞൊരു പുതിയൊരു കാര്യമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പേ SNDP യോഗത്തിന്റെ സകല ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ട് കയറാമെന്നും കയറണമെന്നും പറഞ്ഞിട്ടുള്ള ആളാണ് ഞങ്ങൾ. അതൊരു പുതിയ വാർത്തയല്ല. പിന്നെ അവിടെ വെച്ച് വന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയായി. അതുകൊണ്ട് വാർത്തയിൽ നിന്ന് വാർത്തയിലേക്ക് ഏതാ എന്ന് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്റെ അഭിപ്രായം ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാതെ ഞാൻ നിങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞാൽ ഞാൻ അകത്തോട്ട് പോകും. ഇപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ സനാതനത്തെ പറഞ്ഞ അത്തരം അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജനറൽ സെക്രട്ടറി അല്ലല്ലോ. അതിനേക്കാൾ ഉപരിയായിട്ട് ചെല്ലേണ്ടതാണ്. ഈ സനാതന ധർമ്മമെന്നും പറഞ്ഞ് ഈ ധർമ്മത്തെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. പഠിക്കാത്തതിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ഞങ്ങളെ ഉടുപ്പിട്ടതിന്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉടുപ്പിട്ട് ക്ഷേത്രങ്ങളിൽ കയറണമെന്ന് പറഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞ ഇപ്പോ കേരളത്തിന് വെളിച്ചെന്ന വല്ല അടുത്ത് ഉടുപ്പ് വീഴണമെന്ന് ആരെങ്കിലും പറയാനുണ്ടോ? ഈ ഉടുപ്പിന്റെ കാര്യം പറഞ്ഞുള്ള തർക്കങ്ങൾ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പുറത്തൊന്നുമില്ല. അവരവർക്ക് തന്നെ പൂജിക്കാം, സ്ത്രീകൾക്ക് പൂജിക്കാം. ഈ കേരളത്തിലാണ് ഇതുപോലുള്ള ആചാരങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. അനാചാരങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ആചാരങ്ങളെല്ലാം നടക്കട്ടെ. ഇപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് ആചാരങ്ങൾ മാറുന്നില്ലേ? ഇപ്പൊ തന്നെ വേഷവും ഭൂഷാദികളും എല്ലാം മാറുന്നില്ലേ? ഈ കാണുന്ന ചാനലൊക്കെ പണ്ടുണ്ടായിരുന്ന ഇത് തെറ്റല്ലേ? ആചാരം അനുസരിച്ച് ഇത് പാടുണ്ടാവും. അപ്പൊ കാലഘട്ടങ്ങൾ മാറുന്നു. അതുകൊണ്ട് വേഷവും ഭൂഷാദികളും എല്ലാം മാറുന്നു, ആശയങ്ങൾ മാറുന്നു, മുദ്രാവാക്യങ്ങൾ മാറുന്നു. അപ്പോ ഇപ്പോ മുമ്പെല്ലാം ആറാട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അമ്പലത്തിൽ ആറാട്ടിന് ആന ഉപയോഗിക്കുകയല്ല. പണ്ട് ആചാരമായിരുന്നു ആന. ഇല്ല. അവിടെ കോഴിവെട്ടുണ്ടായിരുന്നു. ഇല്ല. അപ്പൊ അതിപ്പോ കുമ്പളങ്ങയായി. അപ്പോ ആചാരാനുഷ്ഠാനങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ആവശ്യ സൃഷ്ടിയുടെ മാതാവാണ്. ആവശ്യം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ എല്ലാം ക്ഷേത്രങ്ങളിലല്ല, നമ്മുടെ എല്ലാ ജീവിതത്തിലും ആവശ്യമാണ്. പിന്നെ ഈ ഉടുപ്പിന്റെ പറ്റിയുള്ള തർക്കം ഈ കേരളത്തിൽ നിന്നേ പറയാനൊക്കെ ഉള്ളൂ. നേരെ തമിഴ്നാടില്ല, കർണാടകത്തിൽ നമുക്ക് ചെന്നാലും എല്ലാവർക്കും ഉടുപ്പിട്ട് കയറാം. നമുക്ക് തന്നെ പൂജിക്കാം. സ്ത്രീകൾ പൂജിക്കാൻ പാടില്ലെന്ന് ഇവിടെ പറയുന്നു. കുർദുകളിലാണെങ്കിൽ സ്ത്രീകളിരുന്ന് പൂജിക്കുന്നത്. അപ്പൊ എന്താ അവിടുത്തെ കാലാനുസൃതമായി അവിടെ എല്ലാം അങ്ങനെ, ഇവിടെ ഇങ്ങനെ. അല്ല, രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരാണല്ലോ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിലെ ഇന്നിപ്പോ എല്ലാം നയിച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ ബോർഡുകൾ, തിരുവിതാംകൂർ ബോർഡുകൾ ആരാ നയിച്ചത്? രാഷ്ട്രീയക്കാരല്ലേ. അതിലെ ജീവനക്കാരാരാണ്? അവരെ രാഷ്ട്രീയക്കാരല്ലേ നയിക്കുന്നത്. ഇപ്പൊ എല്ലാത്തിനും രാഷ്ട്രീയപരമായ നിലപാടും അതുപോലെ ഇടപെടലും അതുപോലെ ഉള്ള ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ മാറി നിൽക്കണമെന്ന് നമുക്ക് എങ്ങനെ പറയാനൊക്കെ? ഇന്ന് ജനാധിപത്യമല്ലേ, തെരഞ്ഞെടുപ്പ് വരുന്നില്ലേ? മുമ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നോ? അപ്പൊ എല്ലാ കാര്യത്തിലും തെരഞ്ഞെടുപ്പും അതുപോലെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നടത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ രാജവാഴ്ചക്കാലത്തായിരുന്നു വേണ്ടായിരുന്നു. ജനാധിപത്യം വന്നപ്പോൾ എല്ലാ രീതിയിലുള്ള ജനാധിപത്യവും എല്ലാ മേഖലയിലും സ്വാഭാവികമായി ഉണ്ടാകുക എന്നുള്ളത് ശരിയാണ്. അതിവിടെ ക്ഷേത്രത്തിൽ വരുന്നു, എല്ലായിടത്തും വരുന്നു. പക്ഷെ എവിടെ വന്നാലും അത് ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിന് അഭിവൃദ്ധിക്കായിരിക്കണം, രാജ്യത്തിനാണെങ്കിൽ രാജ്യത്തിന് അഭിവൃദ്ധിയായിരിക്കണം. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. ആ ക്ഷേത്രത്തിനാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ക്ഷേമകാര്യങ്ങൾക്കും അതിന്റെ വളർച്ചയ്ക്കും ആയിരിക്കണം. അല്ല രാഷ്ട്രീയ വളർച്ചയ്ക്കും ആയി ക്ഷേത്രത്തിൽ ഉപയോഗിക്കരുത്. രാജ്യഭരണവും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, താങ്ക് യു.